സമാധാനപരമായി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ എങ്ങനെയാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെ തകർക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിപ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് പിടികൂടിയ ചില എക്യുപ്മെന്റ്സുകളാണ്. ഇറാനിയൻ ഇന്റലിജൻസ് ഹാസ് സീസ്ഡ് എ ലാർജ് ഷിപ്മെന്റ് ഓഫ് എസ്പിയനേജ് ആൻഡ് സാബട്ടാഷ് എക്യുപ്മെന്റ് ദാറ്റ് വാസ് സ്മഗിൾഡ് into ഇറാൻ ഫ്രം വൺ ഓഫ് ദി കൺട്രീസ് ഇൻ ദി റീജിയൻ. നിലവിലെ പ്രദേശത്തുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നും ഇറാനിലേക്ക് കടത്തുന്ന സന്ദർഭത്തിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. എന്തെല്ലാമാണ് അതിൽ ഉണ്ടായിരുന്നത്? 100 ലോങ് റേഞ്ച് റിസീവേഴ്സ്, അതായത് എലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്ക് റിസീവ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള 100 ലോങ് റേഞ്ച് റിസീവറുകളാണ്. അതുപോലെ 50 BTS സിഗ്നൽ ആംപ്ലിഫയർ, അതുപോലെ 743 5G, അതുപോലെ തന്നെ 799 ഫോണുകൾ. ഇതെല്ലാം നിലവിലെ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് നെറ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഇറാൻ ഗവൺമെന്റ് നെറ്റുകളെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റാർലിങ്ക് ആണ്. എന്നാൽ ആ സ്റ്റാർലിങ്കിന്റെ സിഗ്നൽ അവർക്ക് ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് ഇറാനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇതാണ് ഇപ്പോൾ ഇറാൻ ഇന്റലിജൻസ് പിടികൂടിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ധാരാളം ബോക്സുകളിലായി ഈ ഫോണുകളും അതുപോലെ തന്നെ റിസീവറുകളും അതുപോലെ മോഡമുകൾ, അതുപോലെ സ്റ്റാർലിങ്കിന്റെ നെറ്റ് മോഡമുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു ഷിപ്മെന്റ് ആണ് ഇറാന്റെ ഇന്റലിജൻസ് പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെയുള്ള ആളുകളെ കൊല ചെയ്യുന്നു എന്ന പേരിൽ വലിയ സങ്കടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളെ ഇറാൻ ഗവൺമെന്റ് കൊന്നുകളയുന്നു എന്നാണ്. അതേസമയത്ത് പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ആയിരക്കണക്കിനാണ് ഇസ്രയേൽ ഫലസ്തീനിൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ലോകത്തെ പാവപ്പെട്ട രാഷ്ട്രങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുക, അവരെയെല്ലാം പീഡിപ്പിക്കുക, അവിടെയെല്ലാം അരാജകത്വം സൃഷ്ടിക്കുക, അവിടെയൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം തടസ്സപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെയും പിന്നിൽ ഇത്തരം രാഷ്ട്രങ്ങളുടെ ഇന്റലിജൻസിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.